ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇതെങ്ങോട്ടാ പോകുന്നതെന്നല്ലേ പറയാം. ദേ ആ കാണുന്നില്ലേ, ആ ഒരു പുലിയുടെ മുഖമുള്ള ആ പാറപ്പുറത്തേക്കാണ് ഇന്ന് പോകുന്നത്, കൊളുക്കുമലയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബേസ് ക്യാമ്പിലെത്തി. ഇന്നിവിടെയാണ് സ്റ്റേ. ഉള്ളൊരു കോട മൂടിയൊരു ക്ലൈമറ്റാണ്. ഓക്കെ, ചില്ല് ചെയ്യുവാണല്ലേ, മരത്തിൻ്റെ കിട്ടി തൂക്കിയിട്ടേക്കുക ഈ കൊട്ട. ഓ, ഇത് രാത്രി എന്താണേലും അടിപൊളിയായിരിക്കും. ഇപ്പം ഞങ്ങളുള്ളത് സൂര്യനെല്ലിലാണ്. ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുക. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, പുതപ്പുണ്ട്, തലെണ്ണയൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വൈബ്. അവിടെ മേളിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുള്ള വുഡൻ വീടുകളാണുള്ളത്. റോയിൽ ടെൻറ്റുകളാണ്. ഞങ്ങൾ ടെൻറ്റാണ് ചൂസ് ചെയ്തത്. ഫുള്ള് കോടയാണ് കേട്ടോ, ക്യാമറയിൽ കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊരു ഡ്രിസ്ലിങ്ങും ഉണ്ട്. ഇവിടെ ഈ ക്യാമ്പിൽ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ കൊളുക്കുമലയിലേക്ക് പോകും. ഹരേ കൃഷ്ണ, സൂപ്പർ. സോ അങ്ങനെ ലാസ്റ്റ് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ടെൻറ്റിലേക്ക് കയറുവാണ്. സോ ഗൈസ്, ഗുഡ് നൈറ്റ് ഫോർ ടുഡേ. നാളെ വീണ്ടും കാണാം. രാവിലെ എണീറ്റപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ എല്ലാവരും എണീറ്റ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ടൈം ഇപ്പം ഏകദേശം 3 മണിയാണ്. ഇനി ഇവിടുന്ന് നേരെ കൊളുക്കുമലയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്തുള്ള ഒരു ഡ്രൈവ് ഉണ്ട് കൊളുക്കുമലയിലേക്ക്. അതിൽ ലാസ്റ്റ് അരമണിക്കൂർ ഒരു ഓഫ് റോഡും ഉണ്ട് കൊളുക്കുമലയിലേക്ക്. കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി. ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊളുക്കുമലയിലേക്ക്. ഇതാണ് നുമ്മ പറഞ്ഞ ഓഫ് റോഡ്. എങ്ങനെയുണ്ട്? ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ. സത്യം പറയാലോ, തലച്ചോറ് വയറ്റിലെത്തി. അമ്മാതിരി ഒരു ഓഫ് റോഡായിരുന്നു. ഞങ്ങളീ പോകുന്നത് ഒരു ടീ എസ്റ്റേറ്റിലൂടെയാണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോയി ഈ റോഡ് കഴിയുന്നിടത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് കൊളുക്കുമലയിലെ വ്യൂ പോയിന്റ്. ഇങ്ങോട്ട് ജീപ്പിൽ മാത്രമല്ല ട്രക്ക് ചെയ്തും വരാം. ബട്ട് അതിന് അത്യാവശ്യം നല്ലൊരു സ്റ്റാമിന വേണം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലൂടെയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു പാക്കേജാണ് കേട്ടോ. കൊളുക്കുമലയിലേക്കുള്ള ഒരു ജീപ്പ് സഫാരിയും സൺറൈസ് വ്യൂവും സ്റ്റേയും ഫുഡും എല്ലാം കൂടി അടങ്ങിയൊരു പാക്കേജ്. ഞങ്ങളങ്ങനെ ഓൺലൈനായിട്ട് നമ്പർ തപ്പിയെടുത്ത് കണ്ടുപിടിച്ച് കോൾ ചെയ്ത് ബുക്ക് ചെയ്തതാണ്. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷേ ഇല്ല, കറക്റ്റ് ടൈമാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തി. ഇതാണ് ഇവിടുത്തെ ബേസ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ആൾട്ടിറ്റ്യൂഡ് പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് ശ്വാസം മുട്ടുന്ന പോലെയും തോന്നി, കിതയ്ക്കുന്ന പോലെ തോന്നി കേട്ടോ. നടക്കുമ്പോൾ ഒന്നും ഒരു എനർജി ഇല്ലാത്ത പോലെ. സൺറൈസ് മിസ്സാവാതിരിക്കാൻ ഞങ്ങൾ ഓടുകയാണ് കേട്ടോ. ഇവിടുത്തെ ബേസിൽ നിന്ന് ഒരു 100 മീറ്ററിനടുത്ത് നടക്കണം ഈ വ്യൂ പോയിന്റിലേക്ക്. നോക്കുക ഗൈസ്, ഞങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ വന്നിട്ട് സ്പോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും സൺറൈസ് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സമയം മെല്ലെ മെല്ലെ പോയിക്കൊണ്ടേയിരുന്നു. ഞാനിവിടെ ഫോണും തൂക്കി പിടിച്ച് സൂര്യൻ വരുന്നത് നോക്കി നിൽക്കുകയാണ്.
പക്ഷേ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു വണ്ണാങ്കട്ടയും വന്നില്ല. ഞാനൊന്ന് മാറിപ്പോയി കരയട്ടെ. ഇതേ അങ്ങോട്ട് നോക്കുക ഗൈസ്, സൂര്യൻ വരുന്നത് കാണാൻ. ആ മല കയറിയവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണേലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അറൗണ്ട് എത്ര ഉയരമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത്ര ഉയരത്തിൽ നിന്നിട്ട് ഈ കാറ്റും കൊണ്ട് ഈ ഒരു പ്രകൃതിയുടെ ഈ ഭംഗി ആസ്വദിച്ച് ഈ ഒരു വൈബ് എൻജോയ് ചെയ്ത്, എനിക്ക് തോന്നുന്നില്ല ഇത്രയും ശുദ്ധമായ വായു വേറെ എവിടെയും കിട്ടുമെന്ന്. നല്ല അടിപൊളി ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറും ശ്വസിച്ച് ഇവിടെ ഇങ്ങ് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. സത്യം പറയല്ലോ ഗൈസ്, നമ്മുടെ ടൗണൊക്കെ നല്ല പൊല്യൂട്ടഡ് ആണ്, ശരിക്കും പൊല്യൂട്ടഡ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് എയർ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ കുറച്ച് നേരം കൂടി ഇതിലെ കൂടെ കറങ്ങി നടന്ന് ഈ വൈബൊക്കെ എൻജോയ് ചെയ്ത്, ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്താ, സൂര്യനെ കേരളത്തിലെത്തുമ്പോൾ ഇഷ്ടംപോലെ കാണാലോ എന്ന ആറ്റിറ്റ്യൂഡ് വിട്ട് കണ്ണീരും തുടച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങോട്ടുള്ള ഓഫ് റോഡ് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും ഇതിൻ്റെ മുകളിലെത്തി ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടുത്തെ വൈബ് ഒന്ന് ഫീൽ ചെയ്ത്, ഐ വുഡ് സേ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെർത്ത് ഇറ്റ്. അതല്ലാതെ ഒന്നും പറയാനില്ല. സോ ഗൈസ്, ഇനി ഞങ്ങൾ പോകുന്നത് നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പുലിയുടെ മുഖമുള്ള ആ പാറയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.